അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, 1-2 പരിപാടികൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത് നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 2-ന് ആദവനാട് കാട്ടിലങ്ങാടിയിൽ അസർ നമസ്കാര ശേഷം നമ്മുടെ അലി ഷാക്കിർ മുണ്ടേരിയും പിന്നെ നമ്മുടെ അനസ് കോഴിച്ചനെയും 2 ആളുകൾ ഇവിടെ പ്രഭാഷണമുണ്ട്. ആദവനാട് കാട്ടിലങ്ങാടി 7-ാം തീയതി ഇൻഷാ അല്ലാഹ് പുല്ലൂരങ്ങാടിയിൽ വെച്ച് മഗ്‌രിബിന് ശേഷം നമ്മുടെ നസീറുദ്ദീൻ റഹ്മാനിയുടെ പ്രഭാഷണമുണ്ട്. 11-ാം തീയതി ഇൻഷാ അല്ലാഹ് വാരണാക്കര 11-ന് മാറ്റിയിട്ടുണ്ട്. നേരത്തെ 15-ന് നിശ്ചയിച്ച പരിപാടി 11-ലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ 11-ന് നമ്മൾ കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഹനീഫ് കായക്കൊടി ഇവിടെ പ്രഭാഷണം ഉണ്ടാകും. ഈ 3 പരിപാടികളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത പ്രഭാഷണത്തിനായിട്ട് നമ്മുടെ ബഹുമാനിതനായ പണ്ഡിതൻ മുഹീദ്ദീൻ മൗലവി പൊന്നാനി അവർകളെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അവിടെ നിൽക്കുന്ന ആളുകൾ, പുറമെ നിൽക്കുന്ന ആളുകൾ ഈ സദസ്സിലേക്ക് ഇങ്ങോട്ട് കയറിയിരിക്കുക. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പിരിഞ്ഞതാണ്. അപ്പോൾ നമസ്കാരത്തിന് പോകുമ്പോൾ എങ്ങനെയായിരുന്നു സദസ്സ്, അതുപോലെ തന്നെ ഈ പ്രഭാഷണ വേദിയിൽ നിങ്ങൾ ധന്യമാക്കണം. ഇവിടേക്കുള്ള ഒഴിഞ്ഞ കസേരകളൊക്കെ പൂർത്തിയാക്കി ഇങ്ങോട്ട് സദസ്സ് ഭംഗിയാക്കുക. ഇൻഷാ അല്ലാഹ് പ്രഭാഷണത്തിനായിട്ട് മൗലവിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما. لا تسألن بني آدم حاجة وسل الذي أبوابه لا تحجبه. الله يغلب إن تركت سؤاله وبني آدم حين يسأل يغلب. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള KNM-ൻ്റെയും ISM-ൻ്റെയും MGM-ൻ്റെയും MSM-ൻ്റെയും പ്രിയപ്പെട്ട നേതാക്കളെ, പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ വളവന്നൂർ മണ്ഡല മുജാഹിദ് സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ പണ്ഡിതൻ നസറുദ്ദീൻ റഹ്മാനി സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇശായിന് മുമ്പായി പറഞ്ഞു വെച്ചു. മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളും
അതുപോലെയുള്ള പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയിലേക്ക് പോകുമ്പോൾ തൗഹീദ് ഉൾക്കൊണ്ടവരായി അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു തആലയോട് മാത്രം സങ്കടങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കുന്ന ശുദ്ധ തൗഹീദിന്റെ ഉടമകളായി മാറണം എന്ന ഗുണകാംക്ഷ ബോധത്തോടുകൂടെയാണ്. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ മതം മറ്റു മതങ്ങളിൽ നിന്ന് വിശുദ്ധമായ ഇസ്ലാമിനെ വേർതിരിക്കുന്നത് തന്നെ അതിൻ്റെ വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ ലോകത്ത് ഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളാണ്. ദൈവനിഷേധികളായ ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ മറ്റുള്ള മതങ്ങളിൽ നിന്ന് ഇസ്ലാം പറയുന്ന ദൈവവിശ്വാസം നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് എല്ലാവിധ സംവിധാനങ്ങളും നമ്മൾക്ക് ഒരുക്കി തന്ന കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ലോകത്ത് കടന്നു വന്ന 1,00,000-ൽ പരം പ്രവാചകന്മാർ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്ത് അഅ്റാഫിന്റെ ഒക്കെ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വലഖദ് ബഅസനാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. സൂറത്ത് അഅ്റാഫിലെ 59-ാമത്തെ വചനം. ലോകത്തെ എവിടെയെല്ലാം സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ സമുദായങ്ങളിലേക്കെല്ലാം നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരഖിലവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അൻ ഇഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്നുള്ളതാണ്. വജ്തനിബുത് താഗൂത്ത്, മറ്റു സകല ദുർമൂർത്തികളെയും നിങ്ങൾ വെടിയണമെന്നാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്മാരിലേക്ക് നാം വഹി നൽകിക്കൊണ്ടല്ലാതെ, എന്താണ് നാം നൽകിയ വഹി? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, തീർച്ചയായും ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂന്റെ 23-ാമത്തെ വചനം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅ്റാഫിന്റെ 65, 73, 85 ഈ വചനങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാം, ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച ആ പ്രവാചകന്മാർ അവരുടെ സമുദായത്തോട് പറഞ്ഞ ഒന്നാമത്തെ വാക്യം, ആ വാക്യം വിശുദ്ധ ഖുർആൻ ഒട്ടനവധി സ്ഥലങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. തീർച്ചയായും ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് മാത്രമേ അവനിക്ക് മാത്രമേ ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കുകയുള്ളൂ, അവനല്ലാത്ത ഒരാൾക്കും എൻ്റെ പ്രാർത്ഥനയുടെ ഒരു അംശം പോലും ഞാൻ സമർപ്പിക്കുകയില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്തുള്ള ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ കാര്യമാണ് ഓരോ വഖത്ത് നമസ്കാരത്തിലും ഇവിടെ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ മുസ്ലിമീങ്ങളും 5 വഖത്ത് നമസ്കാരത്തിന് പള്ളിയിൽ കയറിക്കൊണ്ട് കൈകെട്ടിക്കൊണ്ട് അല്ലാഹുവിനോടൊരു പ്രതിജ്ഞ നടത്തുകയാണ്. എന്താണ് ആ പ്രതിജ്ഞ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ല പറയുന്നത്. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ അവിടെ നഅ്ബുദുക വ നസ്തഈനുക എന്ന പദമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഉപയോഗിച്ച പദം എന്താണ്? ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ നിന്നോടല്ലാതെ നിന്നെയല്ലാതെ ഒരാളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല
നിന്നോടല്ലാതെ ഒരാളോടും ഞങ്ങൾ സഹായം തേടുകയില്ല എന്നുള്ളതാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ കാണാം, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. തീർച്ചയായും അല്ലാഹുവിന്റെ ഭവനങ്ങൾ അഥവാ പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിന് പുറമെ അല്ലാഹുവിനോട് കൂടെ മറ്റൊരാളെയും നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വളരെ കർക്കശമായ രൂപത്തില് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വിശ്വാസം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയേണ്ടവനാണ് മുസ്ലിം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധനയുടെ അവകാശം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അള്ളാഹുവല്ലാത്ത ഒരാളോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പാടില്ല, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ പാടില്ല, നമ്മുടെ വിഷമങ്ങൾ പറയാൻ പാടില്ല. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൽ എന്നല്ല ലോകത്തെ മനുഷ്യരിൽ അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി വഹും മുശ്രികൂൻ. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. ഇന്ന് ഈ സമകാലിക സമൂഹത്തില് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകണ്ട, ഈ കൊച്ചു കേരളത്തില് മുസ്ലിമീങ്ങളുടെ അവസ്ഥാവിശേഷം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഈ സമകാലിക സമൂഹത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മറ്റു ജനവിഭാഗങ്ങളോട് പ്രബോധനം ചെയ്യുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കപ്പെട്ട സമുദായമാണ് മുസ്ലിം സമുദായം. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഉത്തമ സമുദായം, നിങ്ങളാണ് ഇസ്സത്തുള്ള സമുദായം, നിങ്ങളാണ് ആത്മാഭിമാനമുള്ള സമുദായം. എങ്ങനെയുള്ള സമുദായമാണ്? ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മ ചെയ്യുമ്പോൾ ആ തിന്മയിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായമാണ് നിങ്ങൾ. എന്നാൽ ഇന്ന് ആ സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? സകലമാന വിശ്വാസങ്ങളും ആചാരങ്ങളും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത്, ആ രീതിയിൽ നിന്ന് മാറ്റം വരുത്തി വിശുദ്ധ ഇസ്ലാം തൗഹീദ് ഉജ്ജ്വലമായി പ്രഖ്യാപിക്കുമ്പോൾ ആ പരിശുദ്ധമായ തൗഹീദിന് കളങ്കമേൽപ്പിച്ചുകൊണ്ട് ശക്തമായ രൂപത്തിൽ ശിർക്കിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കൊരു മുൻഗാമികൾ ഉണ്ടായിരുന്നു. കേരളക്കരയിലെ മാലയും മൗലൂദും അത്തരത്തിലുള്ള കുത്താറാത്തിബുകളെ കൊണ്ട് ഈ കേരളക്കരയിലുള്ള ജനസമൂഹത്തെ കട്ട രൂപത്തിൽ ശിർക്കിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ അതിൽ നിന്ന് അവരെ കൈപ്പിടിച്ചുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ വാക്താക്കളാണ് നമ്മൾ. അവരൊരുപാട് നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ ഒട്ടനവധി പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. മാലപ്പടക്കങ്ങളെ കൊണ്ട്, അതുപോലെ തന്നെ കല്ലേറുകളെ കൊണ്ട്, അതുപോലെ തന്നെ ബോംബ് സ്ഫോടനങ്ങളെ കൊണ്ട് പല വിധത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പരീക്ഷണങ്ങൾക്കിടയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ശുദ്ധമായ തൗഹീദ്, മുൻഗാമികളായ പ്രവാചകന്മാർ കൊണ്ടുവന്ന തൗഹീദ് അതുറക്കെ പ്രഖ്യാപിച്ചതിന്റെ ഫലമാണ് അല്പമെങ്കിലും കേരളത്തിൽ നമ്മൾ കാണുന്ന മാറ്റം. എന്നാൽ ഇന്നോ അതിനേക്കാൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉള്ളതിനേക്കാൾ അപകടകരമായ ഒരവസ്ഥാവിശേഷത്തിലേക്ക് ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, ലാ തഖൂമുസ്സാഅതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലോകം അവസാനിക്കുകയില്ല, എന്റെ സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗം മുശ്രിക്കുകളുമായി ലയിക്കുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല. വഹത്താ തഅബുദു ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ.
പച്ചയായ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകള് പരസ്യമായി ശിർക്ക് ചെയ്യുന്നത് വരെ, ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്നത് വരെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെ, അല്ലാഹുവല്ലാത്ത സൃഷ്ടികളെ അല്ലാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് വരെ ലോകം അവസാനിക്കുകയില്ല എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ ലോകൈക ഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് മുന്നറിയിപ്പ് നൽകിയ ആ മുന്നറിയിപ്പിതാ ഇതിവിടെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. നമ്മുടെ കണ്ണിന്റെ മുമ്പില് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചു നോക്കിയാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എത്രയോ ജാറങ്ങളാണ്, എത്ര ജാറങ്ങളാണ്. ഭീമാപ്പള്ളി ജാറം, ഓച്ചിറ ഉപ്പൂപ്പ ജാറം, അതുപോലെ തന്നെ പുത്തമ്പള്ളി ജാറം, മുനമ്പത്ത് ബീബി ജാറം, ഉള്ളാളം ജാറം, പൈതൽ ജാറം, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ജാറങ്ങള്. ആ ജാറങ്ങളിൽ കിടക്കുന്ന ആളുകളോട് പോയി സങ്കടങ്ങൾ പറയുന്ന, പ്രയാസങ്ങൾ പറയുന്ന, അവരോട് പച്ചയായി ദുആ ചെയ്യുന്ന സങ്കടകരമായ അവസ്ഥാവിശേഷം ഈ കേരളക്കരയിൽ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പന്നരായ ആളുകൾ, വിവരവും വിദ്യാഭ്യാസവും എല്ലാം അവർക്ക് അത്യാവശ്യത്തിലേറെ ഉണ്ടായിട്ടും മതപരമായ കാര്യത്തില്, അവന്റെ വിശ്വാസത്തിന്റെ കാര്യത്തില്, നാളെ പരലോകത്തേക്ക് പോകുന്ന കാര്യത്തില് അവൻ വല്ലാത്ത പരാജിതനാണ്. ആ പരാജയത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമുദായത്തിന്റെ മുമ്പിലാണ് നാം പ്രബോധനം ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മള് എല്ലാ ആളുകളെയും വിളിച്ച്, ഇതര മതസ്ഥരെ വിളിച്ചുകൊണ്ട് അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ദൈവത്തിന് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ദൈവത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ്? നിങ്ങൾക്ക് മഴ തരുന്നതാരാണ്? നിങ്ങൾക്ക് സൂര്യന്റെ വെളിച്ചം നൽകുന്നതാരാണ്? നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകുന്നതാരാണ്? അവർ കൃത്യമായി പറയും, ഈശ്വരനാണ്, അള്ളാഹുവാണ്, ദൈവമാണ്. എന്നാൽ ആ അമുസ്ലിങ്ങൾ പറയാത്ത രൂപത്തിലുള്ള അപകടകരമായ അവസ്ഥാവിശേഷമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലെ തലപ്പാവുധാരികളായ പണ്ഡിതന്മാർ പാവപ്പെട്ട ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറല്ലാത്ത, വിശുദ്ധ ഖുർആൻ പരിശുദ്ധമായ റമളാനിൽ മാത്രം പാരായണം ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ മരിച്ചോടത്ത് ഓതാനുള്ള ഒരു ഗ്രന്ഥമാക്കി മാറ്റിയ, വിശുദ്ധ ഖുർആനിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത വലിയൊരു സമുദായം, ആ സമുദായത്തിന്റെ മുമ്പിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ തലപ്പാവുധാരികളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ അവരെ കൊണ്ടുപോയി മെല്ലെ ആദ്യം ശിർക്കിലേക്ക് ഉള്ള വസീലയായി കൊണ്ടുവന്ന് അവസാനം ഇതാ പച്ചയായി അള്ളാഹുവാണ് ഇവിടെ ഉള്ളത്, CM മടവൂര് അള്ളാഹുവാണ്, ആ അള്ളാഹു തന്നെയാണ് CM മടവൂര് എന്നൊരവസ്ഥാ വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവാണ് CM മടവൂര്, അല്ലേ? ഇത് വർഷങ്ങൾക്ക് മുമ്പ്, ഈ അടുത്ത് തുടങ്ങിയതല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ AP വിഭാഗത്തിന്റെ ഒരു പുസ്തകമാണ് CM വലിയുല്ലാഹി മടവൂരി എന്ന് പറയുന്ന പുസ്തകം. ഇത് എഴുതിയിട്ടുള്ളത് KVM പന്താവൂരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ പുസ്തകത്തിന് പേര് കൊടുത്തിട്ടുള്ളത് മടവൂരിലെ നൂറാനിയത്ത് എന്നാണ്. മടവൂരിലെ നൂറാനിയത്ത്. ആ മടവൂരിലെ നൂറാനിയത്ത് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം ചില വരികൾ പാടുന്നുണ്ട്. എന്താണെന്നറിയോ? ശൈഖ് ഫരീദുദ്ദീൻ ബാവ പാടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടിൽ പാടുക. എന്താണ് ഈ പാട്ടിന്റെ അർത്ഥം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അല്ലാഹു ഇൻസാൻ കാമിലായി ലുഹൂറായി, എല്ലാം ഇൻസാനിൽ ആടുന്നു ദൗറായി, ആദി മുതൽ അവസാനം വരേക്കും ആ ഒന്ന് തന്നെ കലാമായുദിക്കും, ആദിയൊളിയായി അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്നു ലുഹൂറായി, അംബിയ ഔലിയ ആയി വന്നു അവസാനം മക്കത്തത് തന്നെ വന്നു, പൂർത്തീകരിച്ചതിൽ പിന്നെ വെളിവായി പെരുത്തുലുഹൂറത്തുകൾ വലിമാരായി, അത് വെളിവാകും അവസാനത്തോളം, അത് നിലച്ചാലന്ന് നാളവസാനം. വഹദത്തുമാല എന്ന് പറയുന്ന ഒരു മാല. ഈ മാലയിൽ പറയുന്നത് എന്താ? അദ്വൈത സിദ്ധാന്തം, ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് പറയുന്ന ആ അള്ളാഹുവിന്റെ പ്രകാശം,
ആ അള്ളാഹുവിന്റെ പ്രകാശം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീരത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രകാശത്തെ പ്രവേശിപ്പിച്ചു. അങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാര് കടന്നു വന്ന് ആമിന ബീവിയുടെ മുതുകത്തിലേക്ക് അത് പ്രവേശിപ്പിച്ചു. പിന്നെ ആ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ലോകത്ത് കടന്നു വന്ന ഓരോ വലിയമാരുടെ ശരീരത്തിലൂടെ ആ പ്രകാശം എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നൊന്നല്ല. അല്ല എന്ന് പറഞ്ഞാൽ വേറെയല്ല. അല്ലാ എന്ന് പറഞ്ഞാൽ വലിയക്കൾ ഔലിയാക്കള്, ആ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ല തന്നെയാണ്. ആ ഔലിയാക്കളിൽ അല്ലയുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരാള് ഒരു വലിയ പാട്ട് പാടിയത്, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ, ലാ ലിസാന ഇല്ലല്ലാ. അല്ലല്ലാതൊരു കണ്ണില്ല, അല്ലല്ലാതൊരു കാതില്ല, അല്ലല്ലാതൊരു പല്ലില്ല, അല്ലല്ലാതൊരു നാവില്ല. എത്ര അപകടകരമായ കാര്യമാണ്. അല്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ നിന്ന് എത്രയോ വ്യത്യസ്തനാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മക്കയിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ തന്നെയാണ് മുശ്രിക്കുകൾ. ഹജ്ജ് ചെയ്തിരുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. തൽബിയത്ത് ചൊല്ലിയവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പരിശുദ്ധമായ ഹറമിലെ ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് ഇഅ്തികാഫിരുന്നവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അതുപോലെ തന്നെ കഅബാലയത്തെ തവാഫ് ചെയ്തവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പരിശുദ്ധമായ മുഹറം 10 നോമ്പ് നോറ്റവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. പക്ഷേ അവർ ആരാധിച്ചിരുന്നതും അവർ വിശ്വസിച്ചിരുന്നതും അള്ളാഹുവിനെ തന്നെയാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നുകൊണ്ട് സാക്ഷാൽ അള്ളാഹുവിനെ അഥവാ അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, മുഹമ്മദേ, നീ പരിചയപ്പെടുത്തുന്ന അള്ളയാരാണ്? നീ പരിചയപ്പെടുത്തുന്ന റബ്ബാരാണ്? ഞങ്ങളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ്. ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോ അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനിൽ അതാ സൂറത്തുൽ ഇഖ്ലാസ് അവതരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ മഅരിഫ, അതുപോലെ തന്നെ സൂറത്തു അസാസ്, അതുപോലെ തന്നെ ഒട്ടനവധി പേരുകളിൽ അറിയപ്പെടുന്ന പരിശുദ്ധമായ ആ സൂറത്തു തൗഹീദ് എന്നറിയപ്പെടുന്ന സൂറത്തുൽ ഇഖ്ലാസിന്റെ അവതരണം നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനോട് പറയുന്നു, നബിയേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ, തങ്ങൾ പ്രഖ്യാപിക്കുക, അല്ലാഹ് അവൻ ഏകനാണെന്നതാണ് കാര്യം. അവനൊരു പങ്കുകാരനില്ല. അവൻ ആരെയും അവന് ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. എന്നാൽ എല്ലാവർക്കും അള്ളാഹുവിന് ആശ്രയം ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ പോലെ അള്ളാഹുവിനെ പോലെ പ്രപഞ്ചത്തിൽ ഒരാളുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് കുഫുവത്ത, അവൻ കേൾക്കുന്നത് പോലെ കേൾക്കുന്ന, അവൻ കാണുന്നത് പോലെ കാണുന്ന, അവൻ അറിയുന്നത് പോലെ അറിയുന്ന, അവൻ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കുന്ന ഒരു സൃഷ്ടിയും ലോകത്തില്ല. അതാണ് ഏകനായ റബ്ബ്. എന്നാലോ ഇങ്ങനെ പറഞ്ഞു വന്ന് മടവൂര് ഏറ്റവും പുതിയത് അതാണല്ലോ. മടവൂരിനെ കുറിച്ചാണല്ലോ. നിങ്ങൾ കേൾക്കണോ? ആ മടവൂരിനെ കുറിച്ച് അവരിങ്ങനെ പാടുന്ന പാട്ടുകളാ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ, ഉങ്ങള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. യൂട്യൂബ് എടുത്ത് നോക്കി നിങ്ങള്. കൊച്ചു കുട്ടികള്, മുലകുടി പ്രായം മാറാത്ത ചെറിയ 2, 3, 4 വയസ്സൊക്കെയുള്ള കുട്ടികള്, ആ കുട്ടികൾ കൂട്ടം കൂടിയിരുന്നു കൊണ്ട് കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ആ കുഞ്ഞിനെ കൊടുത്ത അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദികേട് ആ കുഞ്ഞു മക്കളുടെ നാവിലൂടെ ഇത്രയും വിഷലിപ്തമായ വരികള് അവർ പാടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, മടവൂര് പടച്ചോനാണ്, മടവൂരിനെ പടച്ചോനാക്കി എന്ന വ്യാപകമായി ആ രൂപത്തിലുള്ള പ്രഭാഷണങ്ങൾ കേട്ടപ്പോ മുവഹിദുകളായ സലഫികളായ മുജാഹിദുകളായ ആളുകൾ അതിനെ ചോദ്യം ചെയ്തപ്പോ അവരൊരു പാട്ടിറക്കുകയാ. എന്താ പാട്ട്?
മടവൂരാരാ പടച്ചോനാണ് ചോദിച്ചവനോ നീ ചൊല്ല്. അതെ അതെ അത് മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. ധാരാ പാടുന്നത് തലപ്പാവ് ധരിച്ച് താടി വെച്ച് 5 വഖത്ത് നമസ്കരിച്ച് പള്ളികളൊക്കെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകളാണ് വേദി കെട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, എവിടെ പോയി മുസ്ലിമീങ്ങളുടെ വിശ്വാസം? ഇസ്ലാമികപരമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ മഹത്തായ ആശയം എവിടെ പോയി? എവിടെ പോയി സഹോദരന്മാരെ ആ വിശ്വാസം? നാലുചോക്കി. ഞാൻ ഈ അടുത്ത് യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോ ആ യൂട്യൂബില് ഒരു പാട്ട് കേട്ടു. എന്താ യൂട്യൂബിലെ പാട്ട് എന്ന് പറഞ്ഞാല് ഒരു പയ്യൻ തന്നെ പാടാ. അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവേലേ, അലിവിന്റെ നീരിനായി കെഴുനീവേ യാമ്പലേ, അളവറ്റ കാരുണ്യം നൽകിടേണേ നീ ഓശാരം, അർഹമുറാഹിമേ കാട്ടിത്താൻ പൂങ്കാരം. ഈ പാട്ടിങ്ങനെ കേട്ടപ്പോ എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ്. മ്യൂസിക് ഒന്നും ഇല്ലാത്തൊരു പാട്ടാണ്. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ. ഞാൻ അവരിങ്ങനെ പാടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ യൂട്യൂബിൽ നമ്മൾ മറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ വരുമല്ലോ. അപ്പൊ ഇതിങ്ങനെ കേട്ട് ഇടയിൽ ഇതേപോലെ ഒരു പാട്ട് വന്നു. അപ്പൊ പാടുന്ന പാട്ട് ഏതെന്നറിയോ? അല്ലാഹി അല്ലാതെ ആരുമില്ലൊരു കാവല് എന്ന് പാടിയ ആ പഹയൻ പിറ്റേ ദിവസം പാടുകയാണ്, കാക്കണം ഞങ്ങളെ ശൈഖോരെ, നോക്കണം ഞങ്ങളെ മടവൂരെ എന്ന്. അപ്പൊ യഥാർത്ഥത്തില് ഈ മുസ്ലിം സമൂഹം അവരുടെ വിശ്വാസം എവിടെ എത്തി എന്നുള്ളതാണ്. എത്ര ജാരങ്ങളാണ് കേരളത്തില് അങ്ങോളം ഇങ്ങോളം. ഞാൻ പൊന്നാനിക്കാരനാ. ഞങ്ങളുടെ അടുത്ത് മുനമ്പത്ത് ബീവി എന്ന് പറയുന്ന ഒരു ജാറുണ്ട്. മുനമ്പത്ത് ബീവി കേട്ടു കാണും. ഞങ്ങളൊക്കെ അറബിക് കോളേജിൽ, പുതുവന്നാനി അറബിക് കോളേജിൽ ആ മുനമ്പത്ത് ബീവി ജാറത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഒരു ശവം, ഒരു പെണ്ണിന്റെ നഗ്നമായ ശരീരം, ആ മയ്യത്ത് ഒരു കടലിന്റെ കരയിലേക്ക് അടിഞ്ഞു വന്നതാ. ആ കടലിന്റെ കരയിലേക്ക് അത് ആദ്യം പാലപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അത്ര അത് അടിഞ്ഞത്. അപ്പൊ പാലപ്പെട്ടിക്കാര് അതങ്ങനെ കണ്ടപ്പോ ഇനി പോലീസിനെ വിളിച്ച് അങ്ങനെ പ്രശ്നമാവുന്നൊക്കെ കരുതി അവരത് കോലുകൊണ്ട് തള്ളി കടലിലേക്ക് തന്നെ അത് നീക്കിയിട്ടു. പക്ഷെ അതിങ്ങനെ മെല്ലെ മെല്ലെ ഒഴുകി മുനമ്പത്തി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നണിഞ്ഞു. ആ സ്ഥലത്ത് വന്നണിഞ്ഞ് അവിടെ അണിഞ്ഞപ്പോ അവിടെ ഉള്ള ഏതോ വക്രബുദ്ധിയുള്ള ആളുകള്, ചില ചെറുപ്പക്കാര്, അവര് ഏതാണ് ഈ പെണ്ണ് അറിയില്ല. ആ പെണ്ണിന്റെ ഭൗതികമായ ശരീരം, ആ മയ്യത്ത് എന്ത് ചെയ്തു? അത് കുളിപ്പിച്ച് അവര് മറമാടി. ഏത് പെണ്ണാണ്? എവിടെയുള്ള പെണ്ണാണ്? അത് സ്വയം ആത്മഹത്യ ചെയ്തതാണോ? അതല്ല ആരെങ്കിലും കടലിൽ കൊന്നു തള്ളിയതാണോ? അതല്ല ഏതെങ്കിലും രൂപത്തിൽ അബദ്ധവശാൽ കടലിൽ വീണുപോയതാണോ? ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ ഒരറിവില്ലാത്ത ഒരു ജഡം, സാധാരണ ഒരു ജഡം അടിഞ്ഞു വന്നപ്പോ അത് വലിയാണെന്ന് പറഞ്ഞ്, ഔലിയാണെന്ന് പറഞ്ഞ് അതിനെന്ത് ചെയ്തു? മറവ് ചെയ്തു. ആ കാലഘട്ടത്തില് കുതിരത്തുമാല എന്ന് പറഞ്ഞിട്ടൊരു മാല ഇറങ്ങിയിരുന്നു. കുതിരത്തുമാല ഇന്നൊന്നും അതിനെ നിഷേധിക്കുന്നില്ലല്ലോ. നമ്മളതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാ? പച്ചയായി പറയുന്നത് ഒരു കാര്യത്തെ പോലും നിഷേധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം വീണ്ടും 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 ന്യായീകരിച്ച് ഈ പുതിയ തലമുറ കൊണ്ട് വീണ്ടും വീണ്ടും അത് പൊടി തട്ടി എടുപ്പിക്കുകയാണ്. എന്നിട്ട് ഈ കുതിരത്തുമാലയിൽ പാടിയൊരു പാട്ടെന്താണെന്നറിയോ? അന്നൊരു മാല ഉണ്ടാക്കി. ആ മാലയിലുള്ളതാണ്: ഊരും പേരറിയില്ല, ശൂറത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട്, അത് വെളിയങ്കോട്ട് ഉമറുകാളി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയില്ല, ഊര് നാടേതാണെന്നറിയില്ല, അതുപോലെ തന്നെ പേരെന്താണെന്നറിയില്ല, എങ്ങനെയാണിത് കടലിൽ വന്നത് എന്നറിയില്ല. പിന്നെ എന്താണ് കറാമത്ത്? വെളിയങ്കോട് ഉമറുകാളിയും കുഞ്ഞുമരക്കാർ ഷഹീദൊക്കെ മരിച്ചു കിടക്കുന്ന, അവരൊക്കെ മറവെട്ട് കിടക്കുന്ന ഭൂമിയിലാണല്ലോ ഇത് അടിഞ്ഞത് എന്നാണ്. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് ഒരു വിരുദ്ധൻ വന്നൊരു രാവിലെ എഴുന്നേറ്റത് പറയാ, ഞാനിവിടെ മറവിട്ട് കിടക്കുന്ന ആ മഹദിയെ സ്വപ്നം കണ്ടു. യുദ്ധത്തിൽ ഷഹീദായതാണത്രേ. പേര് ഫാത്തിമ എന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ പോരിശയുള്ള കറാമത്തുള്ള പെണ്ണാണ്, കറാമത്തുള്ള ബീവിയാണ്.
പ്രിയമുള്ളവരെ, ഞങ്ങളിതാ ആ കാലഘട്ടത്തിൽ, അഥവാ അതിന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം പുതുവന്നാനി മഊനത്തുൽ ഇസ്ലാം അറബിക് കോളേജിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തില് അന്ന് ഞങ്ങളുടെ ഉസ്താദുമാർ, ആ ഉസ്താദുമാരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും മുനമ്പത്ത് ബീവിയുടെ ജാറത്തിലേക്ക് പോവരുത്, അത് കള്ളജാറമാണ്, അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് ഞങ്ങളുടെ ഉസ്താദുമാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ബഹുമാന്യനായ കൊടശ്ശേരി MK ഇബ്രാഹിം മുസ്ലിയാർ എന്നൊക്കെ തുടങ്ങുന്ന ആ പണ്ഡിതന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് ഞങ്ങളോട് പറഞ്ഞെന്താണെന്നറിയോ? ആ ജാറത്തിലേക്ക് ഒരു കാരണവശാലും പോവാൻ പാടില്ല. കാരണം ഞങ്ങൾ പോകുന്നത് ഉസ്താദുമാർ അറിഞ്ഞു. ഞങ്ങൾ പോയിരുന്നത് എന്തിനാ? ഞാനും എന്റെ സഹപാഠികളും അവിടെ പോയിരുന്നു. എന്തിനാണെന്നറിയോ? അസർ നമസ്കാരം കഴിഞ്ഞ് ആ ജാറത്തിൽ പോകും. ആ ജാറത്തിൽ പോയിട്ട് അവിടെ ഒരു പരിപാടിയുണ്ട്, യാസീൻ ഊതിക്കെട്ടുക എന്നുള്ളൊരു പരിപാടി. യാസീൻ ഊതിക്കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിശുദ്ധ ഒരു ചരടെടുക്കും. ആ ചരടില് യാസീൻ ഓതും. എന്നിട്ട് ആ ചരടുമ്മല് ഓരോ കെട്ട് യാസീൻ ഇങ്ങനെ ഓതുക, എന്നിട്ട് ഇങ്ങനെ ഊതുക, എന്നിട്ട് ഇങ്ങനെ ചരടും ഒരു കെട്ട് കെട്ടുക, പിന്നെ അടുത്ത യാസീൻ ഓതുക, വീണ്ടും ഊതുക, ഒരു കെട്ട് കെട്ടുക. അങ്ങനെ ഒരു ചരടുമ്മല് 5, 6, 7 കെട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഈ വരുന്ന ആളുകള് അവരെന്തെങ്കിലും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറയുമ്പോ അവരോട് പറയും, നിങ്ങളൊരു 3 യാസീൻ നേർച്ചയാക്കാൻ പറയും. അപ്പൊ ഒരു യാസീന് അതൊക്കെ 50 രൂപയൊക്കെയാണ്. അപ്പൊ 3 യാസീൻ നേർച്ചയാക്കാൻ പറഞ്ഞാൽ 3 യാസീന് 150 രൂപയാവും. ആ 150 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോ 3 കെട്ടിങ്ങനെ അയക്കും. എടാ, അപ്പൊ യാസീനായി. ഇത് ഓരി കെട്ടിടത് ആരാ? ഞങ്ങൾ മൂല്യന്മാരുട്ടികളാണ്. ഞങ്ങൾക്ക് എത്ര കിട്ടിയ? ഒരു യാസീൻ ഊതി കെട്ടിയാൽ 2 രൂപ കിട്ടും. 2 രൂപ. അപ്പൊ ഏകദേശം ഒരു 10 യാസീനൊക്കെ ഞങ്ങള് ഒരു ദിവസം എന്ത് ചെയ്യും? ഊതിക്കെട്ടും. അപ്പൊ 10 യാസീൻ ഊതിയാൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, അക്കാലഘട്ടത്തിൽ 20 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. ഇത് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന അറബിക് കോളേജിലെ ഉസ്താദുമാർ അറിഞ്ഞു. ആ ഉസ്താദുമാര് പറഞ്ഞു, ഇനി അങ്ങോട്ട് പോവരുത്, അതൊരു ശവം വന്ന് അടിഞ്ഞതാണ്, അത് കള്ളജാറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് EK വിഭാഗത്തിലെ ഉസ്താദുമാരാണത്. പിന്നീട് കാലഘട്ടം കഴിഞ്ഞു, വരുമാനങ്ങൾ ജാസ്തിയായപ്പോ എന്തുണ്ടായി? AP മീക്കയും ബഹളമായി. എല്ലാവരും അതിനെ അംഗീകരിക്കുന്നു. ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ് അവിടെ ലേലം വിളികൾ നടക്കുന്നത്. ഈ അടുത്ത് നമ്മൾ മനസ്സിലാക്കിയല്ലേ, തിരുവനന്തപുരത്ത് ഒരു ജാരം അല്ലെ 1 കോടി രൂപക്കാണ് എന്ത് ചെയ്തത്? ലേലം വിളിച്ചത് എന്നാണ്. അഥവാ ഒരു GSTയും ബാധകമല്ലാത്ത അള്ളാഹുവിന്റെ ആ വഹദാനിയത്തിനെ വെച്ച് കളിക്കുന്ന ആത്മീയമായ തട്ടിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള ജാറകേന്ദ്രങ്ങളിൽ നടക്കുന്ന ഉറൂസുകള്, അതേപോലെ തന്നെ അത്തരത്തിലുള്ള ചന്ദനക്കുട നേർച്ചകൾ, ഇപ്പൊ മണത്തല നേർച്ച നടന്നുകൊണ്ടിരിക്കുക. മണത്തല നേർച്ച, അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ അടുത്ത് പുതിയങ്ങാടി നേർച്ച നടന്നില്ലേ? ഈ അടുത്തല്ലേ ആന വിരണ്ടോടി ഒരു ജീവൻ, ഒരു മനുഷ്യന്റെ ജീവനെ ആന എടുത്ത് പന്താനമാടിയപ്പോൾ, ആ ആനയെടുത്ത് ഇങ്ങനെ കറക്കി എറിഞ്ഞപ്പോൾ ആ മനുഷ്യ ജീവന്റെ വില പോലും കൽപ്പിക്കാതെ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ ഇസ്ലാമിന്റെ പേരിൽ നടക്കുമ്പോ അതിനെ ന്യായീകരിക്കുകയാണ് പണ്ഡിതന്മാർ. സുലൈമാൻ സക്കാഫി മാളിയക്കൽ, അദ്ദേഹമാണ് തോന്നുന്നു, അതോ അലബി സക്കാഫിയാണ് അല്ലെ? ആനക്കെന്താ കുഴപ്പം? ചെണ്ടക്കെന്താ കുഴപ്പം? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു എന്നാണ്. നോക്കൂ നിങ്ങള്, ഈ അടുത്തിടെ കേരളം ഗൗരവമായി ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഏത്? ഗോപൻ സ്വാമി എന്നുള്ള വിഷയം. ഗോപൻ സ്വാമിയുടെ സമാധി അല്ലെ? ജീവനുള്ള ഒരു മനുഷ്യൻ സ്വമേധയാ അവിടെ പോയിട്ട് ഞാനിതാ സമാധിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവരം കെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടു. അത് കേരളം എല്ലാവരും ചർച്ച ചെയ്തു. കേരളം ചർച്ച ചെയ്യുമ്പോൾ ഈ ജാറങ്ങളെ ആരാധിക്കുന്ന, മക്ബറകളെ ആരാധിക്കുന്ന ഈ തലപ്പാവുധാരികൾക്ക് അതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ അവകാശമില്ല എന്നുള്ളതാണ്. എന്താണ് കാരണം എന്നറിയോ? നിങ്ങള് കേരളത്തിലെ പൂങ്കാവനം മാസിക, ആ പൂങ്കാവനം ബുക്സ് ഇറക്കുന്ന കേരള സിയാറത്ത് ഡയറി എന്ന് പറയുന്ന ആ സിയാറത്ത് ഡയറിയിൽ ഒരു സംഭവം പറയുന്നുണ്ട്. കണ്ണൂർ സിറ്റിയില് ഹയാത്ത് മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമുണ്ടത്രേ. ആ മക്കാമിൽ മറവിട്ട് കിടക്കുന്ന ആളെ പറയുന്നത് ഹയാത്ത് ഔലിയ, ഹയാത്ത് വലി എന്നാണ്. എന്താണ്? ഗോപൻ സ്വാമി സമാധിയായതുപോലെ സമാധിയായ ഒരാളാണ്. ആര്? കണ്ണൂർ സിറ്റിയിലെ ഹയാത്ത് മക്കാമിൽ കിടക്കുന്ന ആള്. അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തില് ദുനിയാവിന്റെ പല കാര്യങ്ങളോടും വിരക്തി തോന്നി തന്റെ മുരീദന്മാരോടുകൂടെ അങ്ങോട്ട് ചെന്നിട്ട് ആ കുഴിച്ചു വെച്ചിരിക്കുന്ന ഖബറിലേക്ക് അദ്ദേഹം അങ്ങോട്ട് ഇരുന്നു. ജീവനോടെ ഇരുന്നു, മരിച്ചിട്ടല്ല, ജീവനോടെ ഇരുന്നു.
ജീവനോടെ ഇരുന്നിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ സമാധിയാവുകയാണ്, ഞാനിവിടെ കൂടുകയാണ്, ഖബറിലാണ്, നിങ്ങൾ മേൽക്കല്ലുകൾ വെച്ചോളൂ, നിങ്ങൾ ഖബറ് മൂടിക്കോളൂ എന്ന് പറഞ്ഞു. അവർ ഖബറ് മൂടി. മുരീദന്മാർ തിരിച്ചുപോയി. 40 ദിവസം കഴിഞ്ഞ് ആ 40ാമത്തെ ദിവസം മുരീദന്മാർ വന്നുകൊണ്ട് ആ ഖബറിന്റെ ആ മൂടുകല്ല് എടുത്തു നോക്കിയപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഹയാത്ത് മക്കാമിലുള്ള ഹയാത്ത് ഔലിയ എന്ന ആള് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. എന്നിട്ട് പറഞ്ഞത്രേ, ഞാൻ ഇനി ദുനിയാവിലേക്ക് തിരിച്ചു വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ കൂടിക്കോളാം, നിങ്ങൾ എന്നെ മറമാടിയിട്ട് നിങ്ങൾ പോയിക്കോളൂ. ഹയാത്ത് മക്കാം, ഹയാത്ത് വലി എന്നറിയപ്പെടുന്ന പേരിലുള്ള ഹയാത്ത് മക്കാം കണ്ണൂർ സിറ്റിയിലാണ്. ഗോപൻ സ്വാമിയെ കുറിച്ച്, ഗോപൻ സ്വാമി സമാധിയായതിനെ കുറിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? ഇവർക്ക് പറയാൻ എന്ത് അവകാശമാണുള്ളത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണേ. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഗാഫിറിന്റെ 60ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹു പറയാ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വഖാല റബ്ബുക്കും, ഇതാ നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ സങ്കടങ്ങൾ എന്നോട് പറഞ്ഞോ, നിങ്ങളുടെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞോ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. ആരാണ് ഗ്യാരണ്ടി തരുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല. എന്നിട്ട് അല്ലാഹു പറയാ, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന്, എന്നോട് ദുആ ചെയ്യുന്നതിൽ നിന്ന്, എന്നോട് സങ്കടങ്ങൾ പറയുന്നതിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് ആരെങ്കിലും മാറി നിന്നാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്ദ്യനായിക്കൊണ്ട് അപമാനിതനായിക്കൊണ്ട് കത്തിയാളുന്ന നരകത്തിൽ അവൻ വെന്തുരുകുന്നതാണ്. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആല. ആരോടാ പറയുന്നത്? നമ്മളോട്. സഹോദരന്മാരെ, കാരുണ്യവാനായ അല്ലാഹു, ആ അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള വിചാരങ്ങള് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെ ആയതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായി ഇവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്താണെന്നറിയോ? നമ്മൾ ഒരുപാട് പാപം ചെയ്തവരാണ്, നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്തവരാണ്, നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് കണക്കില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ നേർക്കുനേരെ പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കൂല, അള്ളാഹു നമ്മളെ പരിഗണിക്കൂല, അള്ളാഹു നമ്മുടെ ദുആ കേൾക്കൂല. അതുകൊണ്ട് നമ്മൾ പോയി പുത്തമ്പള്ളിയിലോ യാവൂന്തങ്ങളോടോ മമ്പറത്തെ തങ്ങളോടോ അതുപോലെ മുനമ്പത്തെ ബീബിയോടോ CM മടവൂരിനോടോ നമ്മൾ പോയി സങ്കടം പറഞ്ഞാൽ, അവരോട് വിഷമം പറഞ്ഞാൽ അള്ളാഹു അവരിലേക്ക് അടുത്തവരല്ലേ. അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് പറയും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവർ മുഖേന ഉത്തരം നൽകും. തെറ്റായ അബദ്ധ ജഡിലമായ ഒരു വിശ്വാസം അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് പറഞ്ഞത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. എത്ര മനോഹരമായിട്ടാ ഖുർആൻ ഓരോ ആയത്തുകൾ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കയ്യിലില്ലേ? അല്ലേ? ഒരു കാലഘട്ടത്തില് ഖുർആൻ പരിഭാഷ ഇറക്കാൻ പാടില്ല, ഖുർആനിന്റെ അർത്ഥം വായിക്കാൻ പാടില്ല, പിഴച്ചു പോകുമെന്ന് പറഞ്ഞ് ഈ സമുദായത്തെ വഞ്ചിച്ച ആളുകള് ഇന്ന് ഖുർആൻ പരിഭാഷകൾ ഇറക്കുന്നുണ്ട്. അത് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ പരിഭാഷയുണ്ട്, അതുപോലെ തന്നെ പൊന്നാനിക്കാളിയായ അദ്ദേഹത്തിന്റെ പരിഭാഷയുണ്ട്, അബ്ദുറഹ്മാൻ മഖ്ദൂമിയുടെ പരിഭാഷയുണ്ട്. അങ്ങനെ തുടങ്ങി ഒട്ടനവധി കൂറ്റനാട് KV മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷയുണ്ട്.
ഒട്ടനവധി ഖുർആൻ പരിഭാഷകള് ഇന്ന് സുന്നി ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും. ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാളിൽ കയറി ഏതെങ്കിലും ഒരു പരിഭാഷ വായിച്ച് അവർ കൊടുത്ത ദുർവ്യാഖ്യാനങ്ങൾ വായിക്കാതെ ഖുർആനിന്റെ നേർക്കുനേരെയുള്ള ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. മനുഷ്യരെ ഇതാ അള്ളാഹുവിൽ നിന്നുള്ള സദുപദേശം നിങ്ങൾക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്ന, നിങ്ങളുടെ ജീവിതത്തിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന, സമകാലിക സമസ്യകൾക്ക് പൂരണം നൽകുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വന്നിരിക്കുന്നു. അത് വായിക്കണേ എന്ന് ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, വിശുദ്ധ ഖുർആൻ 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ മുതൽ 114-ാമത്തെ അധ്യായം സൂറത്തുൻ നാസ് വരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിന്റെ അർത്ഥം വായിച്ച എത്ര മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ മുജാഹിദിന്റെ വയൽ കേൾക്കണ്ട, മുജാഹിദിന്റെ പുസ്തകം വാങ്ങിക്കണ്ട, മുജാഹിദിന്റെ പള്ളിയിൽ പോകണ്ട. നിങ്ങളുടെ ആളുകളെ തന്നെ ഇറക്കിയ ഖുർആന്റെ പരിഭാഷ നേർക്ക് നേരെ അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ അതൊന്നെടുത്ത് വായിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്ന, അവനെ കുറിച്ച് നിങ്ങൾ നിരാശരാവണ്ട എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഖുർആനിന്റെ ആയത്തുകൾ ഒരു തവണയെങ്കിലും മനസ്സിരുത്തിക്കൊണ്ട് ആ ഖുർആൻ ഒന്ന് വായിച്ചാൽ, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വല്ലാഹി ഒരിക്കലും ഈ അപകടകരമായ വിശ്വാസത്തിലേക്ക് സമൂഹമേ നിങ്ങൾ പോവില്ല എന്നാണ്. അല്ലാഹു പറയുന്നത് എന്താ? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയാ, കുൽ നബിയെ തങ്ങൾ പ്രഖ്യാപിക്കുക. എന്നിട്ട് അല്ലാഹു പറയാ, യാ ഇബാദി, എന്റെ വിനീതരായ ദാസന്മാരെ, എന്റെ അടിമകളെ. എത്തരത്തിലുള്ള അടിമകളാണ്? തങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് ദുൽമു ചെയ്ത, അക്രമം ചെയ്ത, തിന്മകൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത എന്റെ പ്രിയപ്പെട്ട അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ സകലമാന പാപങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ, ഒരു തരത്തിലുള്ള ഏത് രൂപത്തിലുള്ള പാപങ്ങളാവട്ടെ, അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിച്ചാൽ, അവനോടൊന്ന് സങ്കടം പറഞ്ഞാൽ, അവനോടൊന്ന് പ്രയാസത്തോടുകൂടെ സങ്കടത്തോടുകൂടെ നിങ്ങളൊന്ന് അള്ളാഹുവിലേക്ക് നിങ്ങളുടെ കരങ്ങൾ നീട്ടിയാൽ അല്ലാഹു പറയുന്നത് തീർച്ചയായും അവനത് പുറത്തു തരുന്നതാണ്. ഒരു സംശയവുമില്ല. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, അള്ളാഹു പറയുന്നതായി, എന്റെ അടിമ എന്നെ കുറിച്ച് അവന്റെ മനസ്സിൽ എന്താണോ അവൻ വിചാരിക്കുന്നത് അതിനേക്കാൾ എത്രയോ ഉപരിയായി അവനെ കുറിച്ച് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നതാണ്. എന്റെ അടിമ ചെറിയൊരു കൊച്ചു സംഘത്തിനിടയിൽ വെച്ചുകൊണ്ടാണ് എന്നെ ഓർത്തതെങ്കിൽ അതിനേക്കാൾ അനുഗ്രഹീതരായ മലക്കുകൾ എന്ന് പറയുന്ന അനുഗ്രഹീതരായ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവനെ കുറിച്ച് പറയുന്നതാണ്. എന്റെ അടിമ എന്നിലേക്കൊരു ചാണെടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴമെടുക്കുന്നതാണ്. എന്റെ അടിമ എന്നിലേക്കൊരു മുഴമെടുത്താൽ ഞാൻ അവനിലേക്ക് നടന്നു പോകുന്നതാണ്. എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിപ്പോകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് നമ്മൾ എത്രത്തോളം അങ്ങോട്ടെടുക്കുന്നോ അതിന്റെ ഇരട്ടി, അതിന്റെ 10 മടങ്ങ് ഇരട്ടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് ഇങ്ങോട്ടെടുക്കുന്നതാണ്. അള്ളാഹുവിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അടിമയെയാണ് ഇഷ്ടം. ലാ തസ്അലന്ന ബനിയ ആദമ ഹാജത്തുൻ വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബു. മനുഷ്യ, ആദമിന്റെ സന്തതിയോട്, ഒരാളോട്, ഒരു മനുഷ്യനോട് നീ ഒരു കാര്യം ചോദിക്കണ്ട. കാരണം എന്താ? മനുഷ്യന്റെ അവസ്ഥ എന്താ? മനുഷ്യനോട് ചോദിക്കും തോറും അവനക്ക് ദേഷ്യം കൂടും, അല്ലേ? നമ്മള് ഒരു ഉദാഹരണം പറയാം. നമ്മൾ പാവപ്പെട്ട ഒരു വ്യക്തി, തൊട്ടപ്പുറത്ത് സാമ്പത്തികമായി നല്ല ഒരു മനുഷ്യൻ, സഹായിക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇദ്ദേഹത്തിനോട്, ഈ പാവപ്പെട്ട അയാളോട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ, നിന്റെ പ്രയാസങ്ങൾക്കൊക്കെ പരമാവധി ഞാൻ നിന്റെ സഹായിക്കാം. അങ്ങനെ ഈ പാവപ്പെട്ട വ്യക്തി പോയി ചോദിക്കുന്നു, അദ്ദേഹം കൊടുക്കുന്നു, പിന്നെയും ചോദിക്കുന്നു, പിന്നെയും കൊടുക്കുന്നു. ഈ ചോദ്യം ഇങ്ങനെ കൂടുന്തോറും ആ മനുഷ്യനിക്ക് അദ്ദേഹത്തിനോട് വെറുപ്പ് തോന്നുന്ന, മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? ചോദ്യം ഇങ്ങനെ കൂടുന്തോറും മനുഷ്യനോട് വെറുപ്പ് തോന്നും, അല്ലേ? എന്നാൽ അങ്ങനെയല്ല. അല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലുഹു വബനിയ ആദമു ഹീന യുസ്അലു യഗ്ളബു.
അള്ളാഹുവിനോട് അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് ചോദിക്കുന്നവരെ അവനക്ക് ഇഷ്ടമാണ്. അവനോട് ചോദിച്ചില്ല എങ്കിലാണ് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വെറുപ്പ് വരുന്നത്. അള്ളാഹുവിനോട് എത്രത്തോളം നമ്മൾ ചോദിക്കുന്നോ, എത്രത്തോളം നമ്മൾ എടുക്കുന്നോ, അതിന്റെ 10 മടങ്ങ് ഇരട്ടി അള്ളാഹു ഉത്തരം നൽകാനും അള്ളാഹു നമ്മളെ സഹായിക്കാനും എല്ലാ അർത്ഥത്തിലും അള്ളാഹു തയ്യാറാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തയ്യാറാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് ചോദിക്കാം. ആ റബ്ബിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ആ അള്ളാഹു സുബ്ഹാനഹു തആല പോരാ എന്നൊരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നുകൂടിയത് കൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഈ മക്കാമുകളിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അല്ലേ? ഈ മക്കാമുകളിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ? ഈ മരിച്ചുപോയ ആളുകൾക്ക് ദുനിയാവുമായി എന്താണ് ബന്ധം? മരിച്ചുപോയ ആളുകൾക്ക് ഈ ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ല. മടവൂരാരോ പടച്ചോനാണോ എന്ന് പാട്ട് ഇറങ്ങിയപ്പോ നമ്മുടെ ഏതോ ഒരു സഹോദരൻ അതിന് മറുപടിയായിട്ടൊരു പാട്ട് എഴുതിയതാ. മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, പറയുന്നവരെ ഓർത്തിടണം. മരിച്ചു മണ്ണിൽ ദ്രവിച്ചു തീർന്നാൽ ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ, പറയുന്നവരെ ഓർത്തിടണേ. മരിച്ചു മണ്ണിൽ ദ്രവിച്ചു തീർന്നവർ ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? ഉദിച്ച സൂര്യനെ കണ്ടിടുമോ? ഈ ലോകത്തിനെന്ന് ഒരാള് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട്, അത് ആരാവട്ടെ, ഔലിയാക്കളാവട്ടെ, സാധാരണക്കാരാവട്ടെ, ഏതൊരു മനുഷ്യനാണെങ്കിലും അവന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് അവന്റെ ആത്മാവിനെ ഊരിയെടുത്താൽ, ആ ഖബറിലേക്ക് അവന്റെ മയ്യത്ത് അങ്ങോട്ട് ഇറക്കി വെച്ചാൽ, ആ ആത്മാവ് ആ ഖബറിലേക്ക് ആ മയ്യത്തിന്റെ കൂടെ ശരീരത്തിന്റെ കൂടെ കൊണ്ടുപോകുമ്പോ പിന്നീട് ദുനിയാവുമായി യാതൊരു വക ബന്ധവും അവർക്കില്ല. നിങ്ങൾ CM മടവൂരിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ CM മടവൂർ അത് കേൾക്കുന്നില്ല. ഒരു കാരണവശാലും അതിന് അദ്ദേഹത്തിന് സാധ്യമല്ല. ഇതാരാ പറയുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറയാ, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ, ഖബറിലുള്ള ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും അവർ കേൾക്കുന്നില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേൾക്കുമെന്ന് നിങ്ങളുടെ വാശിക്ക് വേണ്ടി, നിങ്ങളുടെ തർക്കത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. എന്ന് മാത്രമല്ല, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പരലോകത്ത് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ, റബ്ബിന്റെ കോടതിയിൽ ഈ ആളുകൾ കടന്നു വരുന്നതാണ്. ഈ ആളുകൾ കടന്നു വന്ന് നിങ്ങൾ ചെയ്തതായ ശിർക്കിനെ പച്ചയായി കാരുണ്യവാനായ അള്ളാഹുവിന്റെ കോടതിയിൽ അവർ നിഷേധിക്കുന്നതാണ്. ഒരു സംശയമില്ല. ആരാ പറയുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിലൂടെ, അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ എല്ലാ മുസ്ലിമീങ്ങളും ഏറ്റവും അധികം നമ്മൾ ജീവിതത്തിൽ ഭയപ്പെടേണ്ടത് ശിർക്കിനെയാണ്. നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം തിന്മകളുണ്ട്, എത്ര തിന്മകളുണ്ട്. അവിടെ മിഅ്റാജ് നോമ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു നോമ്പ്. ഇസ്രാ മിഅ്റാജ് യാഥാർത്ഥ്യമാണ്. ഇസ്രാ മിഅ്റാജ് യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ കടന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് പോയ ആ സംഭവം യാഥാർത്ഥ്യമാണ്. ആ സംഭവത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല 3 സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. 3 സമ്മാനങ്ങൾ അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ ആദരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. നമുക്കറിയാം, അതിലൊന്ന് 5 വക്ത് നമസ്കാരമാണ്. ആദ്യം 50 വക്തായിരുന്നു, പിന്നെ ചുരുക്കി 5 ആയതാണ്. ഇതാണ് മുസ്ലിം സമുദായത്തിന് ഒന്നാമത് നൽകപ്പെട്ട സമ്മാനം. രണ്ടാമത് നൽകപ്പെട്ട സമ്മാനം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളാണ്. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി, സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ 2 ആയത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകനുക്ക് നൽകുകയാണ്. മൂന്നാമതായി അള്ളാഹു ഈ സമുദായത്തിന് ഒരു ഉറപ്പ് നൽകുകയാണ്, ഒരു ഓഫർ നൽകുകയാണ്. എന്താണ് ഓഫർ എന്നറിയുമോ?
ഈ സമുദായത്തിൽ നിന്ന് മരണപ്പെട്ട, അതായത് വഗ്ഫിർ ലിമൻ ലാ യുശ്രികു ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈആ, അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന് ഒരു വാക്ക് കൊടുക്കുക, നിന്റെ സമുദായത്തിൽ നിന്ന്, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ നിന്ന് ഒരു തരി പോലും, ഒരു അല്പം പോലും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെയാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അവനക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അല്ലേ? ഞാൻ പരിശുദ്ധ ഖുർആനിലെ ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ വചനം അല്ലാഹു സുബ്ഹാനഹു തആല ആ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്താ? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു ദൂന ദാലിക ലിമൻ യശാ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹ്, ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അല്ലാഹു ഒരിക്കലും, അല്ലാഹു സുബ്ഹാനഹു തആല പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത എന്ത് തിന്മകൾ മനുഷ്യൻ ചെയ്താലും അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. എന്നാൽ ശിർക്ക് ചെയ്ത ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു കൊടുക്കൂല. എന്ന് മാത്രമല്ല, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റകത ലയഹ്ബതന്ന അമലുക. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലൂടെ അല്ലാഹു പറയാ, എന്താ പറയണത്? പ്രവാചകനോട് പറയാ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക, നിനക്ക് മുമ്പ്, നിനക്ക് മുമ്പുള്ള സകല പ്രവാചകന്മാർക്കും തീർച്ചയായും നാം നൽകിയ ഒരു സന്ദേശമാണ്. എന്താണ്? ലൈൻ അശ്റകത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ, മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, ഈ പ്രഭാഷണം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അതിനെ കളിയാക്കാനും അതിനെ പരിഹസിക്കാനും ആ രൂപത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് ഈ തലപ്പാവുധാരികളായ ആളുകൾ രംഗത്ത് വരുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പണ്ഡിതന്മാരാരും നാളെ ഖബറില് നമ്മുടെ കൂടെ കിടക്കാനുണ്ടാവില്ല. നാളെ പരലോകത്ത് ഒരാളും മറ്റൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല എന്ന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടെങ്കിൽ, നഫ്സി നഫ്സി നഫ്സിയാ, എന്റെ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ലോകം നമുക്ക് വരാനുണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ചിന്തിക്കുക, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുക. അല്ലാഹു പറയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിനക്കും മുൻഗാമികൾക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിന്റെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകുമെന്ന്. നിന്റെ അമലുകൾ മുഴുവനും ബാത്തിലായി പോകും. മാത്രമല്ല, വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യും. ഇവിടെ നമ്മുടെ നാട്ടിൽ മക്കാമിന്റെ നേർച്ച, പൂരം, അതുപോലെ തന്നെ ചന്ദ്രക്കുടം, അതിനൊക്കെ അപ്പുറം ഒരുപാട് സംഭവങ്ങൾ ഈ ഓരോ വർഷം കഴിയുന്തോറും. എന്നിട്ട് പേര് പുത്തൻവാദികൾ. ഈ പുത്തൻവാദം എന്ന് പറഞ്ഞാൽ എന്താ? പുതിയതായിട്ട് ഓരോന്ന് കൊണ്ടുവന്ന് അതിനു വേണ്ടി വാദിക്കുന്നവരാണ് പുത്തൻവാദികൾ. സുന്നികൾ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ. അപ്പൊ ഒറിജിനൽ നമ്മളാണ്, അല്ലെ? എന്നിട്ട് നമ്മളെ കുറിച്ച് പറയാ വഹാബികളാണ്, പുത്തൻവാദികളാണ്. ഇത് സുന്നി പ്രസ്ഥാനത്തിൽ ഞാനുള്ള കാലഘട്ടത്തിലൊന്നും ഈ സാധനം ഉണ്ടായിരുന്നില്ല. മജ്ലിസുന്നൂർ എന്ന് പറയുന്ന ഒരു പുസ്തകം, മജ്ലിസുന്നൂർ, അല്ലേ? ഇപ്പൊ ഈ കെ സമസ്ത വ്യാപകമായിട്ട് ഉണ്ടാ. ഇപ്പൊ നോക്ക് നിങ്ങൾ, SSLC പരീക്ഷക്ക്, അതുപോലെ വലിയ വലിയ പരീക്ഷകൾക്കൊക്കെ പോകുന്ന കുട്ടികളോട് ഉസ്താദുമാര് പറയാ, നിങ്ങൾ എക്സാമിന് പോകുമ്പോ ഈ പുസ്തകം നിങ്ങളുടെ ബുക്കിന്റെ ഇടയിൽ വെച്ചിട്ട് കൊണ്ടുപോകണം, പരീക്ഷക്ക് മാർക്ക് കിട്ടുന്ന. മനസ്സിലായ? ആ പരീക്ഷക്ക് മാർക്ക് കിട്ടുന്ന. എന്റെ പെങ്ങളുടെ മോള് SSLCക്ക് പഠിക്കുന്ന സമയത്ത് അവള് കൂട്ടുകാരോട് കൂടെ പോയപ്പോ കൂട്ടുകാരോട് ചോദിക്കേ, നിന്റെ അടുത്ത് മജ്ലിസുന്നൂർ ബുക്കില്ലേ? ഇവളാകെ അന്തം വിട്ടത് കേട്ടിട്ട് തന്നെയല്ല. എന്താ മജ്ലിസുന്നൂർ? നോക്കുമ്പോ സാധനം ഇതാണ്. കണ്ടാ, ഈ പുസ്തകം വെച്ച് പോയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നു. കണ്ടാ, എന്താണ് ഈ മജ്ലിസുന്നൂറിൽ പറയണത്? മജ്ലിസുന്നൂറില് ഒരുപാട് ബദരീങ്ങളുടെ പേരിങ്ങനെ പറയാ, എന്നിട്ട് അവരോടെന്ത് ചെയ്യാ? അവരെ കുറിച്ചൊരു പാട്ടുപാടുക, അല്ലേ? ഇതിലൊരുപാട് പോരിശകൾ പറയുന്നുണ്ട്, ഇതിന് വായിക്കാനുള്ള സമയമില്ല. ഒട്ടനവധി പോരിശകള്. ബദരീങ്ങളുടെ ഒരാള് ഹജ്ജിന് പോയ സമയത്ത്, അത് ബദർ മൗലൂദിലുള്ളതാ, ഹജ്ജിന് പോയ സമയത്ത് അയാള് മറ്റേ വീട് പൂട്ടിയിട്ടിട്ട് പോയി, അല്ലേ? അങ്ങനെ ആ വീട്ടില് കള്ളൻ കയറിയപ്പോ മോഷണത്തിന് വേണ്ടി ആ വീട് കുത്തി തുറക്കാൻ ശ്രമിച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശബ്ദം.
അല്ലെ, ഭയങ്കരമായ ശബ്ദം. എന്താണ് ശബ്ദം എന്നറിയോ? അതിന്റെ ഉള്ളിൽ നിന്ന് ആയുധങ്ങളുടെ ഭയങ്കര സംസാരം, അതുപോലെ തന്നെ ആയുധത്തിന്റെ ചിലമ്പലും അവർ കേട്ടു എന്നാണ്. അവസാനം മോഷ്ടാക്കള് ആ ശ്രമം ഉപേക്ഷിച്ചു പോയി. ഈ ഹജ്ജിന് പോയി തിരിച്ചു വന്ന ആളോട് പിന്നീട് ഈ മോഷ്ടാക്കൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കക്കാൻ വന്നിരുന്നു. എന്താ രസം എന്നറിയോ? പച്ചക്ക് കള്ളത്തരം ചെയ്തിട്ടേ അത് വന്നിട്ട് ഇങ്ങനെ വിളിച്ചു വരാം, ഞങ്ങൾ ഇവിടെ നിങ്ങളെ വീട്ടിൽ കക്കാൻ വന്നിരുന്നു. അപ്പൊ കക്കാൻ വന്ന സമയത്ത് ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സൗണ്ടൊക്കെ കേട്ട്, അതേപോലെ ആയുധങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട്, എന്താ നിങ്ങൾ കാട്ടിയത് അല്ലെ? അപ്പൊ അദ്ദേഹം പറയാ, ഞാനൊന്നുമല്ല, ഞാനൊരു പേപ്പറില് ബദരീങ്ങളുടെ പേര് എഴുതി വെച്ചിരുന്നു. അതിന്റെ കൂട്ടത്തിൽ വെറുതെ ഒന്ന് ആയത്തുൽ കുർസിന്റെ ചെറിയൊരു പീസ് ഞാൻ അങ്ങനെ കയറ്റി കൊടുത്തിരുന്നു. എടാ, അപ്പോ ബദരീങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചത് കൊണ്ടാണ് എന്തേത് മോഷണം സമം അവർ ഉപേക്ഷിച്ച് പോവേണ്ടി വന്നു. അവിടെ ബദരീങ്ങൾ വന്നുനാ, ഇത് കൂടുതൽ പൂർണ്ണമായിട്ട് ഞാൻ വായിക്കുന്നില്ല, ഇതിലെ ചില വരികളാണ്. എന്താണെന്നറിയോ? എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമെ കാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ദണ്ണം വബാവസൂരി അഥവാ പ്ലേഗ്, കോളറ, അതുപോലെ തന്നെ കൊറോണ വന്നില്ലേ, കൊറോണ വന്നപ്പോഴും അവര് വെറുതെ വിട്ടില്ല. നമ്മൾ കരുതി എന്താ നിങ്ങള്, കൊറോണ വന്നാൽ ഈ പായന്മാരെ ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടെങ്കിലും പടച്ചോനെ കുറിച്ച് ചിന്തിക്കല്ലോ. 4 സ്റ്റേജ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് മരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ് ബയാറ് തങ്ങളെടുത്ത് വന്നു. അവിടെ വന്നിട്ട് അവര് പിന്നെ എല്ലാ അസുഖങ്ങളും മാറിപ്പോയി. ഈ പറയപ്പെട്ട എല്ലാ തങ്ങന്മാരും വീട്ടിന്റെ ഉള്ളിൽ മാസ്ക് ഇട്ടിട്ട് വീട് പൂട്ടിയിരുന്നു. ഒരു സോപ്പിട്ട് കഴുകിയ പോടാ കൊറോണനെ പേടിച്ചിട്ട്. എന്നിട്ടോ നമ്മൾ മനസ്സിലാക്കി, ഇനി കൊറോണ ഒക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ മുവഹിദുകളായിട്ട് ഇവര് പുറത്തേക്ക് വരുന്ന, കുറച്ച് പുറത്തേക്ക് വന്നല്ല, അതിന്റെ അകത്തുനിന്ന് പാടി ദണ്ണം വബാ കൊറോണയും മറ്റുള്ള വൈറസ് അടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. കൊറോണ പോലെയുള്ള മാരകമായ വൈറസുകൾ ബാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വൈറസുകളിൽ നിന്ന് ബദരീങ്ങളെ തുണ വേണം, ബദരീങ്ങളുടെ തുണ വേണം. നിങ്ങൾ കേൾക്കണം സഹോദരന്മാരെ, ആരാ ബദരീങ്ങള്? തൗഹീദിന് വേണ്ടി പടപൊരുതിയ മഹാന്മാരായ ബദരീങ്ങൾ. ആ ബദരീങ്ങളുടെ കൂട്ടത്തില് പ്രഗൽഭരായ 3 ബദരീങ്ങൾ, അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ഈ മഹാരഥന്മാരായ 3 ബദരീങ്ങൾ പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ വൈറസ് ബാധിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് ചരിത്രം ഇവിടെ പറയുമ്പോ, സ്വന്തം ശരീരത്തിലേറ്റ ആ പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ വൈറസിനെ സംരക്ഷിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ ബദരീങ്ങളോടാണ് പറയുന്നത്, ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. കഴിഞ്ഞില്ല, ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. വല്ല മനസ്സിലായ? ഇത് മിക്സ്ഡ് ആണ്. എന്താ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. അട്ടാ, അതൊരു പണ്ടൊരു ഉസ്താദ് ദർസിൽ ഇങ്ങനെ കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് 2 ചെറുപ്പക്കാരൻ നിസ്കരിക്കാൻ വന്നു. അപ്പൊ താഴെയാണ് ദർസ്. ആ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ മേലെ പോയിട്ട് നിസ്കരിച്ചോളി എന്ന്. അപ്പൊ മേലേക്ക് പോയിട്ട് ഇവര് നിസ്കരിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോ മേലെ നിന്നൊരു ബഹളം. ഉസ്താദ് പോയി നോക്കിയപ്പോ ഭയങ്കര അടിയാണ് നടക്കുന്നത്. ഈ 2 ചെറുപ്പക്കാരൻ നിസ്കാരം കഴിഞ്ഞ് എന്തോ സംസാരമായി അടിയാണ് നടക്കുന്നത്. അങ്ങനെ ഉസ്താദ് അത് ശരിയാക്കി അവരെ വിട്ട്. പക്ഷെ ഇത് കേസായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉസ്താദിനോട് വരെയാണ് ചോദിക്കാൻ, ഇതിന്റെ കാര്യങ്ങൾ അറിയാൻ. അപ്പൊ വരുന്ന മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ, അടി നടന്നത് നിങ്ങളല്ലേ കണ്ടത്, നിങ്ങളല്ലേ സാക്ഷി? ആ, ഞാനാണ് സാക്ഷി. പോലീസുകാരും വരുന്നുണ്ട്, എത്രയും പെടുത്ത് അടിയൂരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെ ഒക്കെ പോണ്ടി വരും, നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ. ഉസ്താദ് പറഞ്ഞു, നോക്കട്ടെ. അങ്ങനെ വന്നു, പോലീസുകാരൻ വന്നു, ഒരു ഹിന്ദുവാണ്. ചോദിച്ചു, ഉസ്താദെ, നിങ്ങളല്ലേ സംഭവം കണ്ട? അതേ കണ്ട്.
അപ്പൊ ഒന്ന് പറഞ്ഞു തരുമോ? പറയാം. ഞാൻ തഹത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഫൗക്കിൽ നിന്നും ഒരു സൗത്ത് കേട്ടു. ഞാൻ ഫൗക്കിലേക്ക് പോയി നോക്കിയപ്പോ 2 ഫുലാന്മാര് തമ്മിലുള്ള ദർബ്. ഒരു ഫുലാൻ മറ്റേ ഫുലാന്റെ ഉനിക്കിന് പിടിച്ച് വജിക്കിന് ദർബുണ്ട്. ഞാൻ കുറെ നേരം നെളറി തഹത്തിൽ വന്ന് ദർസ് തുടങ്ങി. ഇയാളാകെ അന്തം വിട്ടുപോയി അല്ലേ? ഒന്നും കൂടി പറയാം ഉസ്താദേ. ഞാൻ പറയാം. ഞാൻ തഹത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഫൗക്കിൽ നിന്ന് ഒരു സൗത്ത് കേട്ടു. ഞാൻ ഫൗക്കിലേക്ക് പോയി നോക്കുമ്പോ 2 ഫുലാന്മാര് തമ്മിൽ ലർബാണ്. ഒരു ഫുലാൻ മറ്റേ ഫുലാന്റെ ഉനിക്കിന് പിടിച്ച് വജികിന് ലർബുണ്ട്. ഞാൻ കുറെ നേരം നെളറി എന്നിട്ട് തഹത്തിൽ വന്ന് ദർസ് തുടങ്ങി. പോലീസുകാരൻ പറഞ്ഞു ഒക്കെ മനസ്സിലായി, ഉസ്താദ് വരണ്ടാന്ന്. ഇതേ രൂപത്തിലാണ് ഈ മാല, മൗലൂദ്, പാട്ട്, ഈരടികളൊക്കെ. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവുമല്ലോ അല്ലെ? ഏകദേശം അല്ലെ? ഈ രൂപത്തിലാണ്. കണ്ടാ, ദാഹമൗത്തത് കൂട്ടിയിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈൻ അവൻ ആട്ടുവാൻ ബദരീങ്ങളാൽ തുണറബനത. മരിക്കണ സമയത്ത് സക്കറാത്തുൽ മൗത്തിന്റെ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയത്ത് ഇബിലീസ് ഇറങ്ങി വന്നുകൊണ്ട് ഒരു കൂജയിൽ വെള്ളപ്പാത്രവുമായി നിന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ, എന്റെ അരികിലേക്ക് കടന്നു വരുമ്പോ അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ബദരീങ്ങളെ തുണ വേണം അല്ലാ എന്നാണ് ആ പാട്ടിലൂടെ ചോദിക്കുന്നത് അല്ലെ? മരിക്കണ സമയത്ത് പോലും അള്ളാന്ന് വിളിക്കണില്ല. മരിക്കുന്ന സമയത്ത് പോലും മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക്, ഏറ്റവും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആ തൗഹീദിന്റെ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അവിടെ പോലും എന്താ പറയണത്? അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവിടെ ബദരീങ്ങളുടെ തുണ വേണം എന്നാണ് അവിടെയും എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത് എന്നതാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, എത്ര ഗൗരവപ്പെട്ട വിഷയമാണ് ഇതെന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ. അവിടെ മാത്രമല്ല, എവിടെയെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇപ്പൊ മുഹീദ്ദീൻ മാല എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ ഒട്ടനവധി മാലകളും മൗലൂദുകളും എല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇതിലൊക്കെ കാണുന്നത് മരിക്കുന്ന സമയം, നാളെ മഹ്ശറയിൽ പോയാൽ ഇപ്പൊ മുഹീദ്ദീൻ മാലയില് അതില് ഇരവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഇരവ് എന്നുള്ള ഭാഗത്തില് പറയുന്ന പാട്ടാണ്: മുത്താൽ പാടച്ച ദുനിയാവിൽ നിൽക്കുന്നാൽ മൂപ്പർ മുഹീദ്ദീൻ കാവേലിയിലേകല്ലാ, കാലം മസ്റായിൽ മൗത്ത് വാങ്ങും നാളിൽ കരുത്തർ മുഹീദ്ദീൻ കാവേലിയിലേകല്ലാ. അഥവാ നാളെ മഹ്ശറ വൻസഭയിൽ നിൽക്കുമ്പോ നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു സമയമുണ്ട്. ഓരോ പ്രവാചകന്മാരും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോ ആ പ്രവാചകന്മാർ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന സമയത്ത് അവസാനമായി ലോകത്തിന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മൾ പറയുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിംഹാസനത്തിന്റെ താഴെ പോയി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് അതുവരെ ചൊല്ലാത്ത ദിക്റുകളും തഹ്ലീലുകളും തസ്ബീഹുകളും ചൊല്ലി കരഞ്ഞ് 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 അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാലം എത്രയാണോ അത്രയും കാലം അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനോട് പറയുകയാണ്: മുഹമ്മദേ, തല ഉയർത്തു, നീ ചോദിച്ചോ തരാം. ആ സമയത്ത് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ്: അള്ളാഹുവേ, എന്റെ സമുദായത്തെ നീ ഇവിടെ നിന്ന് ഇനി മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാ, കരഞ്ഞു വീണുകൊണ്ട് പറയുകയാ. അവിടെയും പ്രവാചകൻ ഒരു കാര്യം പറയുന്നുണ്ട്: എല്ലാ പ്രവാചകന്മാർക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാനുള്ള ഒരു സന്ദർഭം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഞാൻ എന്റെ പ്രാർത്ഥന ഞാൻ പരലോകത്തെ എന്റെ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നിട്ട് പറഞ്ഞു: ഫഹിയനാഇലത്തുൻ ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അത് ലഭിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ആർക്കാണ് ലഭിക്കുന്നതെന്നറിയുമോ? മൻമാത ലാ യുശ്രികു ബില്ലാഹി ശൈആ, എന്റെ സമുദായത്തിൽ നിന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കാൻ മരണപ്പെട്ടവരാരാണോ അവർക്കാണ് എന്റെ ശഫാഅത്ത്, അതായത് എന്റെ പ്രാർത്ഥന അവർക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാ എന്ന്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുമെന്നാണ്. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മാലകള്, മൗലൂദുകള്, അതുപോലെ തന്നെ റാത്തീബുകള്, അതുപോലെ തന്നെ കുത്തുബിയത്തുകള്. കുത്തുബിയത്ത് എന്താണ്? കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ അപകടകരമായ വരികളാണ് കുത്തുബിയത്തിലുള്ളത്. ഇന്നും അത് ഓരോ വീടുകളില് എല്ലാവരും ലൈറ്റ് അണച്ചുകൊണ്ട് ബദരീങ്ങളെ അല്ല മറ്റേ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വല്ലാത്ത ദയനീയമായ കാഴ്ച. ആ കുത്തുബിയത്തിലൂടെ അവർ പാടുന്ന വരികൾ എന്താണ്? അവർ ചൊല്ലുന്നത് എന്താണ്? ആ കുത്തുബിയത്തിന്റെ വരികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നതിന് പകരം മഹാനായ മുഹീദ്ദീൻ ശൈഖിനോടും പ്രാർത്ഥിക്കുകയും സങ്കടം പറയുകയും മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖാണ് മഴ പെയ്യിപ്പിക്കുന്നത്, മുഹീദ്ദീൻ ശൈഖാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്ന് പറയുന്ന രൂപത്തിലുള്ള വരികളാണ് കുത്തുബിയത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ഭാഗം ഞാനത് പറയാം. കുത്തുബിയത്ത് എന്ന് പറയുമ്പോ 12 റക്അത്ത് നമസ്കരിക്കണം. ആദ്യം 12 റക്അത്ത് വുളൂ ചെയ്ത് നിസ്കരിക്കണം. നമസ്കരിച്ചിട്ട് ഭയഭക്തിയോടുകൂടെ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ വെച്ചുകൊണ്ട് യാ ഔസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് 1000 തവണ അല്ലാഹു സുബ്ഹാനഹു വ പള്ളിയിൽ വെച്ചുകൊണ്ടും അത് പ്രാർത്ഥിക്കുന്നു, വിളിക്കുന്നു. പള്ളിയിൽ വെച്ച് വിളിക്കുക. അല്ലാഹ് പറയാ ഫലാ തദൂ മഅല്ലാഹി അഹദാ, പള്ളി അള്ളാഹ്ക്കുള്ളതാണ്, അവിടെ വെച്ച് അള്ളാഹിനോട് കൂടെ ഒരാളെ നിങ്ങൾ വിളിക്കരുത് എന്ന് അല്ലാഹ് പറയുമ്പോ അല്ലാഹ് എന്താണോ പറഞ്ഞത് അതിന് കടകവിരുദ്ധമായ രൂപത്തില് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. മാത്രമല്ല കുത്തുബിയത്തിന്റെ ഒരു വരി, അപകടം നിറഞ്ഞ ഒരു വരി, യാ കുതുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനൈ വുജൂദിഹിം വഗൈസഹുമാ. അതിന്റെ അർത്ഥം സുന്നി ബുക്ക് സ്റ്റാളിൽ അബ്ദുസ്സമദ് ഫൈസി എന്ന് പറയുന്ന ഒരാൾ ഇറക്കിയ കുത്തുബിയത്ത് പദാനുപദ അർത്ഥവും അതിന്റെ വിശദീകരണവും എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് പരസ്യമായി അതിന്റെ മീനിങ് പറയാ. നമ്മൾ പറയണല്ല, അവര് പറയാ ആകാശഭൂമി നിവാസികളുടെ കുത്തുബ് അഥവാ കേന്ദ്ര ബിന്ദുവും ഔസുമായിട്ടുള്ളവരെ, സഹായവുമായിട്ടുള്ളവരെ, വാനലോകത്തും ഭൂമിയിലുള്ളവർക്കും ഉപകരിക്കുന്ന മഴയും നദിയും വെള്ളവും ഒഴുക്കുന്ന മഹാനവറുകളെ, അഥവാ ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ്. ഈ അരുവികൾ ഒഴുക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ്. ഈ നദികൾ ഒഴുക്കുന്നത് മുഹീദ്ദീൻ ശൈഖാണ്. അത്തരത്തിലുള്ള മുഹീദ്ദീൻ ശൈഖേ എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിന്റെ 63-ാമത്തെ വചനത്തിലൂടെ അല്ലാഹ് പറയുന്നത് വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا تعقلون. ഓക്കെ, നിങ്ങൾ ശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാ. എന്താണ് പറയണത്? മക്കയിലെ മുശ്രിക്കുകളോട്, പച്ചയായ മുശ്രിക്കുകളോട്, അഥവാ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയൊക്കെ ആരാധിക്കുന്ന പച്ചയായ മുശ്രിക്കുകളോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാൽ ആരാണ് ആകാശലോകത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്? നിർജീവായ അവസ്ഥയിൽ നിന്ന് ഭൂമിക്ക് ജീവൻ കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും ആരാണ്? ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്ന്. അല്ലാഹുവാണ് എന്നവർ പറയുമെന്നാണ്, അല്ലേ? വിശുദ്ധ ഖുർആനിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നില്ലേ? അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ കുടിക്കുന്ന വെള്ളം നിങ്ങൾക്ക് നൽകുന്നതാരാണ്? അത് മഴവേഗ കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്യിപ്പിക്കുന്നതാരാ? നിങ്ങളാണോ അതല്ല നാമാണോ? ഓരോ വിശ്വാസികളും അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, മഴ നിന്റെ കാരുണ്യമാണ്, വെളിച്ചം നിന്റെ കാരുണ്യമാണ്, ഇരുട്ട് നിന്റെ കാരുണ്യമാണ്. ഈ ലോകത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന സകലമാന അനുഗ്രഹങ്ങളും
കാരുണ്യവാനായ നാഥ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഞങ്ങൾക്കൊരു ഈച്ചയെ പോലെ ഈച്ചയെ സൃഷ്ടിക്കാൻ പോലും സാധ്യമല്ല, ഒരു കൊതുകിനെ സൃഷ്ടിക്കാൻ പോലും സാധ്യമല്ല, ഒരു ജീവനില്ലാത്ത വസ്തുവിന് ജീവൻ കൊടുക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ സകലമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചാലും ഞങ്ങൾക്കതിന് സാധ്യമല്ല നാഥ. അതിന്റെ എല്ലാം ഉത്തരവാദി അളവറ്റ കാരുണ്യവാനായ നാഥ നീയാണ് റബ്ബേ. ഇതാണൊരു വിശ്വാസി പറയേണ്ടത്, അല്ലേ? ഇതാണൊരു വിശ്വാസി പറയേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇത് പറയുമ്പോ ഇവര് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, ഇവർക്ക് ഔലിയാക്കളോട് സ്നേഹമില്ല, ഔലിയാക്കളെ കണ്ടൂടാ, ഔലിയാക്കളോട് ഇഷ്ടമില്ല. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുക. ഔലിയാക്കളോട് ഇഷ്ടമല്ല, ഇവർക്ക് ദിക്റില്ല, ഇവർക്ക് സ്വലാത്തില്ല, ഇവർക്ക് എന്തില്ല, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒക്കെ വെട്ടിച്ചുരുക്കണവരാണ് മുജാഹിദീന. എന്തു നുണയാണ്, പച്ച നുണയാ. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു യാത്രയിൽ ഇതുപോലെ ഒരു പ്രഭാഷണം കഴിഞ്ഞ് ഒരു യാത്ര കഴിഞ്ഞ് പോകുമ്പോ, ഞാൻ പറവൂര് താമസിക്കുന്ന സമയത്ത് ചാവക്കാട് വെച്ച് ഞാൻ അന്ന് അവിടം വരെ ബസ് കിട്ടിയുള്ളൂ. പിന്നെ ഈ പോകുന്ന ലോറിക്കൊക്കെ, ഇപ്പം ലോറി കൈയാട്ടി നിർത്തൂലട്ടാ, അത് ഈ ലോറിക്കൊക്കെ കൈ കാണിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ നിർത്തുന്നിട്ട് കയറ്റും. അപ്പോൾ ഒരു ലോറി ഇങ്ങനെ പോകുമ്പോൾ ഞാൻ കൈ കാണിച്ചപ്പോൾ നിർത്തി. അപ്പം എൻ്റെ ഈ ഡ്രസ്സും എൻ്റെ ബാഗെല്ലാം കണ്ടപ്പോൾ ഒരു ഉസ്താദിൻ്റെ ലുക്ക് ഉണ്ടല്ലോ, ചെറിയൊരു ഉസ്താദിൻ്റെ ലുക്ക്, അങ്ങനെ കയറ്റി സലാം പറഞ്ഞു. സലാം മുടക്കി. ഉസ്താദ് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് നിന്നാണ്. ഞാൻ ഒരു പ്രസംഗം കഴിഞ്ഞ് വരിക. എവിടെ നിന്ന്? കോഴിക്കോടാണ്, ഇന്ന സ്ഥലത്താണ്. അപ്പോൾ തൊപ്പിയും തലയെക്കെട്ടൊക്കെ ബാഗിൽ വെച്ചിട്ടുണ്ടാവൂലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് തലയെക്കെട്ടൊന്നും കെട്ടലില്ല. അതെന്താ? ഞാനൊരു മുജാഹിദിൻ്റെ പ്രഭാഷകനാണ്, ഒരു സലഫി പ്രഭാഷകനാണെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോടുകൂടെ ഇയാൾ ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി. ഇവിടെ വണ്ടിക്ക് യാത്ര തുടരാൻ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇരുട്ടത്ത്, അവിടെ ബസ് സ്റ്റോപ്പും ഇല്ല, ലൈറ്റും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് പുള്ളിയോട് വണ്ടിയോട് ചവിട്ടി, ബ്രേക്ക് ചവിട്ടി. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. പക്ഷെ ആൾക്ക് എന്തോ തോന്നി, റിവേഴ്സിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ് കയറിക്കോ, അപ്പുറത്തെ സ്റ്റോപ്പിലാക്കി തരാം. ഞാൻ പറഞ്ഞു വേണ്ട, അല്ലല്ല അല്ല കയറി, നിർബന്ധിച്ച് കയറിയിരുന്നു. പക്ഷെ എന്നോടൊന്നും മിണ്ടണില്ല. ഞാൻ ചോദിച്ചു എന്തേ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടാൻ കാരണം? മിണ്ടണില്ല. ഞാൻ അങ്ങനെ കുത്തി ലാസ്റ്റ് ഞാൻ എൻ്റെ ചരിത്രം പറഞ്ഞു. ഞാനൊരു സുന്നിയായിരുന്നു. ഞാൻ മാലയെ മൗലൂദും റാത്തീബും ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് മൗലൂദ്, മങ്കൂസ് മൗലൂദ് ഒട്ടുമിക്കതും എനിക്ക് കാണാതെ അറിയാം. ഞാൻ പുള്ളിക്കാട് ചൊല്ലിക്കോ സുബ്ഹാനല്ലദി അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ നബിയുൽ ഹുദാ ഖമറഹു ജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ചൊല്ലിക്കൊടുക്കൽ തുടങ്ങിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഞാൻ സുന്നിയായിരുന്നു, കട്ട സുന്നിയായിരുന്നു. തലയെക്കെട്ടും തൊപ്പിയൊക്കെ ഇട്ടായിരുന്നൊരു ഒരു പച്ച മുസ്ലിയാലായിരുന്നു. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തേ? അപ്പോൾ പുള്ളി എന്തൊക്കെയോ ചിന്തിച്ച, പിന്നെ എങ്ങനെ മാറി? അപ്പം മാറി കുറച്ച് ചരിത്രങ്ങളൊക്കെ പറയാം. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മുജാഹിദിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല. അവരെ വല്ല ലഘുലേഖ കണ്ടിട്ടുണ്ടോ? ലഘുലേഖ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ പള്ളിയിൽ ജുമാക്ക് കൂടിയിട്ടുണ്ടോ? മുജാഹിദിന്റെ പള്ളിയിൽ ജുമാക്ക് കൂടിയിട്ടുണ്ടോ? ഇല്ല. മുജാഹിദിന്റെ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അതുമില്ല. ഇതൊന്നുമില്ലാതെ പിന്നെ എന്താണ് സഹോദര? RSSകാര് മുസ്ലിമീങ്ങളോട് വിരോധം കാണിക്കുന്നത് പോലെ, ക്രിസ്സംഗികൾ മുസ്ലിങ്ങളോട് വിരോധം കാണിക്കുന്നത് പോലെ, ഇന്ന് ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗം മുസ്ലിങ്ങളോട് വിരോധം കാണിക്കുന്നത് പോലെ, എന്തിനാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട നിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിലെ തൗഹീദ് പറയുന്ന ഈ മുജാഹിദുകളോട് അവരുടെ ഒന്നും കേൾക്കാതെ എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? അപ്പളാ പുള്ളി പറയണങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 100 റുപ്യ പോരാ, 100 റുപ്യ പോരാ, ഒന്നും കൂടി കൂട്ടിച്ചല്ലേ അല്ലേ? ഇതിങ്ങനെ പറഞ്ഞു. നമ്മളെ മറ്റേ പണ്ടൊരു കഥാപ്രസംഗം നടത്തിയപ്പോൾ ഒരു ചക്ക ലേലം വിളിക്കാൻ കൊണ്ടുവന്ന്. ഈ ചക്ക എന്ന് പറയുമ്പോൾ കരുവാരക്കുണ്ട് ഭാഗത്താണ്, ഈ ചുള്ളിയോട് കൊന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പൊ അവിടെ ചക്ക കൊണ്ടുവന്നപ്പോൾ ഞങ്ങളെ പൊന്നാനിയിലെ പറഞ്ഞ വലിയ ചക്കക്ക് വലിയ പ്രിയമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ അത് ചീഞ്ഞു പോണ സാധനമാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഞങ്ങൾ ലേലം ചെയ്യുള്ളൂ. ചക്ക കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു ചക്ക ഞാൻ ലേലം ചെയ്തോളാം. അവര് പറഞ്ഞല്ലോ ഉസ്താദെ ചക്കക്ക് പൈസ കിട്ടൂല, ആരും കാശ് തരൂല, ഇത് ചീഞ്ഞു പോണ സാധനമാണ്. ഞാൻ ആയിക്കോട്ടെ എന്നാലും നിങ്ങൾ. അവരാൾ ചക്ക പൊക്കി പിടിച്ച് ഞാൻ ചക്ക ലേലം ചെയ്യാൻ തുടങ്ങി. ആര് വിളിക്കണം? ചക്ക ചീഞ്ഞു പോണ സാധനം ഇത് ഉപകാരം കിട്ടണ്ടേ? അവരാര് വിളിക്കണം? അവസാനം ഞാൻ പറഞ്ഞ് ഞാനൊരു പാട്ട്, കുറെ സ്ഥലത്തൊക്കെ ചെല്ലി വെക്കി, ഒരു രക്ഷയില്ല. ഞാനൊരു പാട്ട് പാടി ഞങ്ങള് ചക്ക ലേലം ചെയ്യുമോന്ന് വെച്ച് 313 വിളിക്കുമെന്ന് വെച്ച് എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചക്കനെ കുറിച്ചൊരു പാട്ടാ നേരം തോന്നിയതാണ്. എന്താ? എന്റെ കൽബില് നന്മ നിറഞ്ഞൊരു നാട് ചുള്ളിയോട്, ലേലം വിളിയിലായി സംഗമിച്ചൊരു പൊന്നു നാട്ടുകാരെ,
ചക്കയൊന്നു വേണ്ടേ, ചക്കയൊന്നു വേണ്ടേ എന്ന് പാടിയോടുകൂടെ പൂര 113 അല്ല 313 എടാ. ഇത് അതേപോലെ തന്നെ സലാത്ത് ദിക്ർ. നിങ്ങളൊരു 10 രൂപ കൂട്ടി വിളിക്ക് എന്നാ സലാത്തിയല്ല, ഒരു 5 രൂപ കൂട്ടി വിളിക്ക് എന്നാ സലാത്തിയല്ല. സ്വലാത്ത് കച്ചവടം അല്ലേ, സ്വലാത്ത് കച്ചവടം. മുജാഹിദുകൾ സ്വലാത്ത് സഹോദരന്മാരെ അതൊരു ആരാധനയാണ്, അത് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു പ്രവാചകനിക്ക് ഗുണം നൽകുന്നു, മലക്കുകൾ പ്രവാചകന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, കൈഫ തുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ പേരിൽ ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമി സ്വലാത്താണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ആ സ്വലാത്ത് ചൊല്ലുന്നവരാണ് മുജാഹിദുകൾ. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ആരാധനയാണ്. പ്രവാചകന് വേണ്ടി ആത്മാർത്ഥമായ ഓരോ വിശ്വാസികളും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വലാത്ത്. അതല്ലാതെ അതൊരു കച്ചവടമാക്കാനുള്ളതല്ല. എന്താ പറയാ, നബിദിനത്തിന് പാട്ടുപാടിയിട്ട് ഇങ്ങനെ കാശുണ്ടാക്കാനുള്ളതല്ല, ലേലം വിളിക്കുള്ളതല്ല. അതുപോലെ തന്നെയാണ് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം. ഔലിയാക്കൾ ഉള്ളവരാണ്, യാഥാർത്ഥ്യമാണ്. ആരാണ് ഔലിയാക്കള്, എന്താണ് അവരുടെ അവസ്ഥ? വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലായി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. ആ ഔലിയാക്കളെ നിഷേധിക്കുന്നവരല്ല മുജാഹിദുകൾ, അല്ലെ? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് യൂനുസിന്റെ 68, 69 വചനങ്ങളിൽ, 62, 63 വചനങ്ങളിലൂടെ അല്ലാഹ് പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങൾ, അവർക്കൊരു പേടിയില്ല, അവർ ദുഃഖിക്കുന്നവരല്ല, അവർ സങ്കടപ്പെടുന്നവരല്ല. അവരാണ് അല്ലാഹുവിന്റെ ആത്മമിത്രങ്ങൾ. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? കുളിക്കാത്തവരാണോ? അതേപോലെ തന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാത്തവരാണോ? ഈ CM മടവൂരിന്റെ കറാമത്ത് പറയുന്നിടത്ത് അദ്ദേഹം പള്ളിയിൽ പോയി നമസ്കരിക്കാറില്ല, പരിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് നോക്കാറില്ല. പരിശുദ്ധ റമദാൻ മാസത്തിലെ പരസ്യമായി മുസ്ലിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത വ്യക്തിയാണ് CM മടവൂർ. പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാറില്ല, നോമ്പ് നോക്കാറില്ല. എന്നാൽ അല്ലാഹ് പറയുന്നത് ഔലിയാക്കളാരാ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ്. ആ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടോ? ഉണ്ട്. ആ കറാമത്തിൽ വിശ്വസിക്കണം. പക്ഷെ അത് ഇവരെ കാട്ടിക്കൂട്ടുന്ന കറാമത്തുകളല്ല, ഇവരെ കാട്ടിക്കൂട്ടുന്നതല്ല, അല്ലെ? ഈ നേർച്ചകള്, ഉറൂസുകള്, അതേപോലെ തന്നെ ചന്ദനക്കുടം, കോഴിക്കോടിന്റെ ഒരു ഇടിയങ്ങര ശൈഖിന്റെ ജാറം എന്ന് പറയുന്നത്, അവിടെ എന്താ പറയാ, അപ്പവാണിബ നേർച്ച. എന്താണ് അപ്പവാണിബ? നമ്മുടെ ശരീരത്തിന് ഏത് അവയവത്തിനാണോ അസുഖമുള്ളത് ആ അവയവത്തിന്റെ രൂപത്തില് അപ്പുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് നേർച്ചയാക്കുക. ഇപ്പൊ കണ്ണിനാണെങ്കിൽ കണ്ണപ്പം, കാതിനാണെങ്കിൽ കാതപ്പം, കാലിനാണെങ്കിൽ കാലപ്പം. അപ്പൊ അത്യാവശ്യത്തിന് തടിയുള്ള ആളുടെ കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചാക്ക് മൈദ വേണ്ടി വരും. അതുകൊണ്ടൊരു വലിയ ഹലാക്കിന്റെ കാലുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നേർച്ചയാക്കുക. അങ്ങനെ നേർച്ചയാക്കിയാൽ ആ സുഖങ്ങളൊക്കെ മാറും. ഈ രൂപത്തിൽ ആത്മീയമായ തട്ടിപ്പ്, അള്ളാഹുവിന് ഭയപ്പെടാതെ, അള്ളാഹുവിനോട് ഒരു തരിമ്പ് പോലും, അള്ളാഹുവിനോടൊരു സൂക്ഷ്മത കാണിക്കാതെ ഈ രൂപത്തിലുള്ള ആത്മീയമായ തട്ടിപ്പിലൂടെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ പ്രവർത്തനം, പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഒരു വഞ്ചനയിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ എല്ലാവരും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, ഭൗതികമായ ലോകത്തെ സകല സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് 6 അടി മണ്ണിലേക്ക് നമ്മൾ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഈ ദുനിയാവിന്റെ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ആ 6 അടി മണ്ണിൽ പോയി കിടക്കേണ്ടവരാണ്. അവിടെ കിടക്കുമ്പോ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അള്ളയാണ് എന്ന് മറുപടി പറയണമെങ്കിൽ ആ റബ്ബിനെ മനസ്സിലാക്കി ഫഅലം അന്നഹു ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ്, നീ അള്ളാഹുവിനെ കുറിച്ച് അറിയണേ, അവനല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല എന്ന് നീ പഠിക്കണേ. ആ തൗഹീദ് കൃത്യമായി പഠിച്ച് അള്ളാഹിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥങ്ങൾ വായിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദ്യ അനുസരിച്ച് ജീവിച്ച് ഭക്തിയോടുകൂടെ ജീവിക്കുക. ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും ഉൾപ്പെടാതെ നമ്മുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും വിഷമങ്ങളും കാരുണ്യവാനായ അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം സമർപ്പിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. പ്രിയമുള്ളവരെ, മുജാഹിദുകളെ, കൃത്യമായി തൗഹീദ് രംഗത്ത് ഒരുപാട് പരിപാടി ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇവിടെ അങ്ങോട്ട് നമ്മുടെ പ്രബോധന വീതിയിൽ സജീവമായി രംഗത്തിറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ സഹായവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് മണ്ഡലം ഭാരവാഹികൾ, പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അല്ലാഹു, ഇത് സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഏവരെയും അല്ലാഹു അവന്റെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ മരണപ്പെട്ടുപോയ മഹാപണ്ഡിതന്മാർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഹീദിന്റെ മാർഗത്തിൽ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടെ ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ അണിനിരന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരെ, ഈ യോഗത്തിന് നന്ദി പറയാൻ ബഹുമാനനായ ഷുക്കൂർ മാസ്റ്റർ അവരെ ക്ഷണിക്കണം. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളവന്നൂർ മണ്ഡലം മുജാഹിദ് ആദർശ സമ്മേളനം ഇന്ന് പാറമല്ലങ്ങാടിയിൽ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അതിനു മുമ്പ്, നന്ദി അറിയിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി അറിയിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് കേട്ട കാര്യങ്ങൾ, നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത് ജീവിതത്തിൽ പകർത്തുകയും അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിന് ഉതകുന്ന രൂപത്തിൽ ആക്കി തീർക്കുകയും ചെയ്യണം എന്ന് മാത്രമാണ്, അത് മാത്രമാണ് നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇത് കേൾക്കുന്ന മറ്റു വിഭാഗം ആളുകൾ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും യഥാവിധം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ ഉത്തരം നൽകിക്കൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ച അബ്ദുൾ റസാഖ് കാടലടി, പ്രസിഡന്റ് KNM വളവന്നൂർ മണ്ഡലം, അതുപോലെ പ്രസിഡിയം അലങ്കരിച്ച PC കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, പ്രൊഫസർ KNM മലപ്പുറം വെസ്റ്റ് ജില്ല, അതുപോലെ പ്രൊഫസർ MS സായി സാർ, VV അബ്ദുറഹ്മാൻ ഹാജി, ഉദ്ഘാടനം നിർവഹിച്ച ഷറഫുദ്ദീൻ തയ്യറമ്പാട്ടിൽ, പ്രസിഡന്റ് KNM മലപ്പുറം വെസ്റ്റ് ജില്ല, അതുപോലെ പ്രഭാഷണങ്ങൾ നിർവഹിച്ച നസീറുദ്ദീൻ റഹ്മാനി, മുഹിയുദ്ദീൻ മൗലവി പൊന്നാനി, അതുപോലെ ഈ പരിപാടി സ്വാഗതം വീക്ഷിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത എല്ലാ സഹോദരന്മാർക്കും, അതുപോലെ ഈ സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഭൂ ഉടമകൾക്കും, നമുക്ക് വേണ്ടി ശബ്ദവും വെളിച്ചവും നൽകിയ എല്ലാവർക്കും, ഇവർ ശ്രദ്ധിച്ച ഈ പ്രഭാഷണം ശ്രദ്ധിച്ച ഈ നാട്ടുകാർക്കും എല്ലാവർക്കും KNMന്റെ പാറമലങ്ങാടി ശാഖയുടെ പേരിൽ നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിച്ച് അമൽ സാലിഹാത്തിൽ